ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ വീണ്ടും ഒരു പുളിങ്കറിയായിട്ട് വന്നേക്കുവാണ്. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ മുൻപ് കാണിച്ചത് ചുവന്ന പുളിങ്കറിയായിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഡൗട്ട്, ഇതെന്താ പുളിങ്കറി മഞ്ഞ കളറല്ലേ ഉണ്ടാവുക, തേങ്ങ കൂടുതൽ അരക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ. അതൊന്നുമല്ല, അതാണ് പണ്ടത്തെ കാലത്തെ ഒറിജിനൽ പുളിങ്കറി എന്ന് പറയുന്നത്. അതിനു മുമ്പെന്ന് പറയട്ടെ, ഞാൻ ഇത്തവണ കപ്പക്കയാണ് എടുത്തേക്കുന്നത്. പപ്പായ, കണ്ണൂരിൽ കപ്പക്ക എന്നാണ് പറയൽ. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കപ്പക്ക പുളിങ്കറിക്ക് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കണം. സാമ്പാറിനാണ് നീളത്തിൽ മുറിക്കുക, പുളിങ്കറിക്ക് ഇങ്ങനെ സ്ക്വയറായിട്ടാണ് മുറിക്കേണ്ടത്. പണ്ട് കാലത്ത് പുറത്തുനിന്ന് വാങ്ങുന്നത് എന്തും ഒരു ആഡംബരമായിട്ടാണ് തോന്നാറ്. അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ പശുവൊക്കെ ഉണ്ടാവും. പക്ഷേ പശു ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് കറവ മുട്ടുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മോര് പുറത്തുനിന്നൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അവർ മോരില്ലാതെ ഉണ്ടാക്കുന്ന പുളിങ്കറിയാണ് ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളത്. അതിന് മുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇടുക. അപ്പോൾ അത് മഞ്ഞ കളറല്ല ഉണ്ടാവുക, ചുവപ്പ് കളറാണ് ഉണ്ടാവുക. ഇനി മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഇടുകയാണെങ്കിൽ ഏകദേശം ഓറഞ്ച് കളറും ഉണ്ടാവും. മോരൊഴിക്കുന്ന പുളിങ്കറിക്കാണ് മഞ്ഞ കളർ ഉണ്ടാവുക. ഇനി കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട്, ഏത് കായ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക് വേണം, പച്ചമുളക് നടുകെ കീറിയിട്ട് ഇതെല്ലാം കൂടി അടുപ്പത്തേക്ക് വെക്കുക. ഈ പച്ചമുളക് ഇല്ലെങ്കിൽ ആൾക്കാർ മുളക് പൊടി ഇടും. അപ്പോൾ കുറച്ച് അത്ര മഞ്ഞ കളർ ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച്, കഷ്ണത്തിന് മീതെ വരാത്ത വിധത്തിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അതുപോലെ ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു, മറ്റു കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പുളിക്കൂട്ടാനാണ് പുളിങ്കറിയെന്ന്. പക്ഷേ ഒരു വിഭാഗം, അതുകൊണ്ടാണ് ഞാനിത് നമ്പ്യാർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ പറയുന്നത്. മറ്റുള്ളവർക്ക് വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ, നമ്പ്യാർമാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പുളിങ്കറി കൂട്ടിയില്ലെങ്കിൽ അവർക്കൊരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവും. ഇനി തേങ്ങയും ജീരകം എടുത്തിട്ട് അരക്കുവാണ് വേണ്ടത്. അതിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. സാധാരണ ചേർക്കാറില്ല, പക്ഷേ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തത് കണ്ടു. അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാൻ ഓർത്ത് മാത്രം കൊച്ചുള്ളി ചേർത്തതാണ്. നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം അന്നേരം കുറച്ച് ഞാനത് ചേർത്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി ഒരു കാളൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നു. പുളിങ്കറീൻ്റെ ടേസ്റ്റ് എന്ന് കുറച്ച്, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഓരോയിടത്തും ഓരോരോ രീതികളാണ്. അപ്പം ആ അരച്ച അരപ്പ് ഞാൻ ഇതിലേക്ക് വേവായപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാളൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അതിൽ കുറേ തേങ്ങ അരക്കുമ്പോൾ കുറേ സംഭവങ്ങൾ ചേർക്കും. അതുപോലെ തന്നെ ഭയങ്കര കട്ടിയായിരിക്കും. പക്ഷേ ഈ പുളിങ്കറി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളക്കറിയായിരിക്കും. തേങ്ങ ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ചേർക്കാം. എന്നിട്ട് തിളച്ചതിന് ശേഷം മാത്രം മോരൊഴിക്കുക. കാരണം തേങ്ങയുടെ കൂടെ തന്നെ മോരൊഴിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മോരൊഴിച്ചതിന് ശേഷം ഒരു തിള മാത്രമേ വരാൻ പാടുള്ളൂ. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറും. അതുപോലെ ഇതുപോലെ ഇങ്ങനെ വെള്ള പുളിങ്കറി ആയിരിക്കണം. അതാണ് പുളിങ്കറിയുടെ ഒരു റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. കട്ടിയായി കഴിഞ്ഞാൽ കളനായിപ്പോവും. പക്ഷേ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് കട്ടിയാവുമായിരിക്കും. പിന്നെ ഇതിൽ മോര് തന്നെ ഒഴിക്കണം, അപ്പോഴേ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ മോരില്ലെങ്കിൽ നിങ്ങൾ തൈരെടുത്തിട്ട് തൈരൊന്ന് മിക്സിയിലിട്ട് കടഞ്ഞിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും ഉണക്കമുളകും ഉലുവയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡിയായി. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചാലഞ്ച് കൂടി വെക്കുകയാണ്. നിങ്ങൾ കണ്ണൂരിൽ വന്നിട്ട് ഉച്ചഭക്ഷണ സമയത്ത് മുൻകൂട്ടി അറിയിക്കാതെ ആരുടെയെങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിൽ 10-ൽ 3 പേരുടെ വീട്ടിലും ഈ പുളിങ്കറി ഉണ്ടാവും. പിന്നെ നിങ്ങൾ നമ്പ്യാർമാരുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ 10-ൽ 7 പേരുടെ വീട്ടിലും ഈ പുളിങ്കറി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം കണ്ണൂരുകാരുടെ ഒരു വികാരം തന്നെയാണ് പുളിങ്കറി, വെറും ഒരു പുളിക്കൂട്ടാനല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരെ ബൈ.